വീണ്ടും ഒരു പ്രണയം വേണമെന്നും ഇങ്ങനെ ജീവിച്ചാൽ പോരാ എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നിർഭാഗ്യവശാൽ ഞങ്ങളുടെ ഒരു ദീർഘകാലത്തെ ദാമ്പത്യത്തില് അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ അങ്ങനെ ഒരു ഡ്രൈനെസ്, ഇമോഷണൽ ഗിവ് ആൻഡ് ടേക്സ് ഇല്ലായ്മ വന്നു. അപ്പൊ നമ്മളെ ഉള്ളിൽ പക്ഷെ ചില കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരുന്നു തുടക്കത്തില്. നമ്മൾ എങ്ങനെയാണ് ബന്ധങ്ങളെ സമീപിക്കേണ്ടത്. അപ്പൊ അന്നൊന്നും എനിക്കത് അക്സെപ്റ്റബിൾ ഒന്നും ആയിരുന്നില്ല. ഈ ഓപ്പൺ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് അറിയുന്നില്ല എന്താന്ന്. പക്ഷെ പുള്ളി അതൊക്കെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അന്നും പറയുന്നൊരു കാര്യം, നോക്കൂ, ആരെങ്കിലും നമ്മുടെ ഉള്ളൊരു തേർഡ് പേഴ്സൺ വരികയാണെങ്കിൽ അതൊന്നും ഇത് അറിയിക്കാതെ നോക്കണം. ഇൻകേസ് അറിയുകയാണെങ്കിൽ നമ്മൾ പാർട്ട് ചെയ്യേണ്ടി വരും. ഇത് വളരെ അതൊക്കെ തുടക്കത്തിലല്ല, മേ ബി ഒരു 3-4 കൊല്ലത്തിനകത്തൊക്കെ. കാരണം ഞങ്ങൾ അന്ന് ജീവിക്കുമ്പോഴും നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട്. ബാലുവിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഒട്ടും ഒരു പൊസസീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാതരം ഇടപെടൽ, അതായത് നമ്മൾ ഇങ്ങനെ ഏത് സമയവും ഇങ്ങനെ ചുഴിഞ്ഞു നോക്കുന്ന ഒരാളല്ല. ആൾക്ക് തന്നെ സ്വയം വ്യക്തിപരമായ ഒരുപാട് ഫ്രീഡം ആവശ്യമുള്ള ഒരാളാണ്. ആള് ബൗണ്ടറീസ് വളരെ കൃത്യമാണ്. അപ്പൊ ആളുടെ ഒരു നേച്ചർ അങ്ങനെയാണ്. പുള്ളിക്ക് ഒരുപാട് ഫ്രീ ടൈം വേണം. പുള്ളിയുടെ ബൗണ്ടറീസ് വളരെ പക്കയാണ്. പുള്ളി ഐസൊലേറ്റഡ് ആയി, അതായത് ആൾക്ക് ആളുടെ കുറെ എൻഗേജ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ ഓൺ സ്പേസിന് ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിലേക്കൊക്കെ ആള് വേറെ ഒരാളെ ഏത് വിധത്തിൽ ഇടപെടാനൊന്നും അനുവദിക്കില്ല. നമ്മൾ ആ സ്പേസ് അങ്ങനെ തന്നെ മനസ്സിലാക്കി ജീവിക്കുന്നവരാ. അപ്പൊ അതിന്റെ അർത്ഥം ഞങ്ങൾക്കുള്ളിൽ വേറെ രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നല്ലോ. എനിക്കത് അങ്ങനെ ഓക്കെ ആയിരുന്നു. ഞാന് ഓക്കെ, ഞാൻ അങ്ങനെ ഒരു അല്ല, നമ്മൾ ആ സ്പേസിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആ ഒരു പുള്ളി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആള് പാട്ട് കേൾക്കും, കുറെ നല്ല നല്ല പാട്ടുകൾ കേൾക്കും. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനത്തെ പാട്ട്, ഇപ്പൊ ക്ലാസിക്കൽ മ്യൂസിക്സ് ആണെങ്കിലും കുറെ ഇൻസ്ട്രുമെന്റ് മ്യൂസിക്സ് ആണെങ്കിലും ഒക്കെ പരിചയപ്പെടുന്നത് അങ്ങനെ. ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ സാക്സോഫോണൊന്നും കേട്ടിട്ടേ ഇല്ല. നമ്മളാകെ റേഡിയോയിൽ കേൾക്കുന്ന പാട്ട് അല്ലെങ്കിൽ കാസറ്റിലുള്ള പാട്ട് എന്നല്ലാതെ നമ്മളൊന്നും കേട്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒത്തിരി അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആൾക്ക് അങ്ങനെ ഔട്ട് ഗോയിങ് അല്ല, സോഷ്യലൈസേഷൻ ഒന്നും അങ്ങനെ അത്ര ഇഷ്ടമുള്ള ഒരാളല്ല. പക്ഷെ അതിലിപ്പോ ഞാൻ പോകുന്നതുകൊണ്ട് ആൾക്ക് കുഴപ്പമൊന്നുമില്ല. ആളെ അക്കോമഡേറ്റ് ചെയ്യില്ല. അപ്പൊ എന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല്, ഞാൻ ഒരു 1 man 1 woman എന്നുള്ള റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ഇദ്ദേഹം അല്ലാണ്ട് പിന്നെ ആരുണ്ടാവും? ഞങ്ങൾ 9 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ എന്റെ കൂടെ സിനിമയ്ക്ക് വരാൻ, കടപ്പുറത്ത് പോകാൻ നമ്മുടേതായ ഒരേ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മുടെ ഒരു ഇണയോടൊപ്പം നമ്മൾ ജീവിക്കുന്നതിന്റെ സാധ്യതകളുണ്ടല്ലോ. അപ്പൊ ഇതൊന്നും ഫുൾഫിൽ ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ബിറ്റർനെസ് ഉള്ളിലുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ ഓക്കെ ആയിരുന്നു, ഞങ്ങൾ ഫ്രണ്ട്ലി ആയിരുന്നു. ഇദ്ദേഹത്തെ പരിചയപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇദ്ദേഹം ഇങ്ങനെ ആയിരിക്കും എന്നൊരു തിരിച്ചറിവ് ഉണ്ടായിരുന്നോ ഏതെങ്കിലും ഘട്ടത്തില്? ഇല്ല, കാരണം ഞങ്ങൾ ഒത്തിരി നാളൊന്നും പ്രേമിച്ച് നടക്കുന്ന ആളുകളായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. പിന്നെ പുള്ളി പുറത്തു പോകാനുള്ള തീരുമാനം എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അത്രയും 4 വർഷമൊക്കെ കേട്ടേ വരുള്ളൂ, മോസ്കോയിൽ പഠിക്കാൻ പോകണമെന്നു പറഞ്ഞു. ഞാൻ എനിക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം എൻ്റെ വീട്ടില് 18-20 വയസ്സിനകത്ത് പെൺപിള്ളേരെ കെട്ടിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്തിട്ട് ഞാൻ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വീട്ടിൽ വന്ന് സംസാരിക്കണം എന്ന് പറയുന്നു. വീട്ടിൽ വന്നൊക്കെ ആള് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് ഓക്കെ അല്ല. പക്ഷെ എൻ്റെ ചേട്ടനാണെങ്കിൽ അപ്പച്ചനോടും അമ്മയോടൊക്കെ പറഞ്ഞു, ഇവളുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു ആലോചന ഒക്കെ കൊണ്ടുവന്ന് കെട്ടിക്കേണ്ട കാര്യമൊന്നും ആലോചിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാനും ബാലും കൂടെ തീരുമാനിച്ചു, പോകുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്യാമെന്ന്. അതിന് രജിസ്റ്റർ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് പരിചയപ്പെടുമ്പോഴത് പ്രണയത്തിലേക്കൊന്നും വളർന്നില്ല. എൻ്റെ മനസ്സിൽ ഇത് വലിയൊരു ചേട്ടനല്ലേ, എനിക്ക് പ്രേമുണ്ട്. പക്ഷെ ഈ ചേട്ടൻ എന്നോട് പ്രേമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരാധന ആണ്, ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, ഇങ്ങനത്തെ ഒരു ചേട്ടനായിരുന്നെങ്കിൽ. പക്ഷെ ഞാൻ പ്രേമം അങ്ങോട്ട് പറയുന്ന ഒരു ആളും അല്ല. എനിക്ക് അതൊക്കെ എക്സ്പ്രഷൻ പറയണം, തീർച്ചയായിട്ടും. സെലക്ട് ചെയ്തെങ്കിലും അങ്ങനെ, അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോ അതുകൊണ്ട് പിന്നെ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് പിന്നീട് കാണുന്നത്. അപ്പൊ അന്നേരം നമ്മൾ സംസാരിക്കുന്നു. ബാലുവിന്റെയും കുറെ തോട്ട് പ്രോസസ് ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാലു അന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു വിത്തിൻ 3-4 മന്ത്സിൽ ഞങ്ങള് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ അത്രയും അടുത്തൊന്നുമല്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് ആ കാലത്തൊക്കെ 10 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ വളരെ പെരിഫറൽ. അവന് ആകെയുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത്, നമ്മൾ ഈ ലോകത്തിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ കോൺഫ്ലിക്ട്സിനൊക്കെ ക്ലാരിറ്റി ഉള്ള ഒരു കാര്യമാണ് പുള്ളി പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന അങ്ങനത്തെ ഒരു പാർട്ട്ണറല്ലേ വേണ്ടത്. പിന്നെ നമ്മൾ വിപ്ലവകാരിയാണല്ലോ ബേസിക്കലി. അപ്പൊ വിപ്ലവമില്ലാത്ത ആളൊപ്പം ജീവിക്കലൊക്കെ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് മനസ്സിലാവുന്നത് അതൊന്നും അല്ല. കാരണം എന്ന് വെച്ചാൽ ഈ പ്രാക്ടീസ്, നമ്മൾ പറയുന്ന രാഷ്ട്രീയത്തിനെ ഇന്റേണലൈസ് ചെയ്യുക, അതിനെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. നമുക്ക് വർത്താനം എത്ര വേണമെങ്കിലും പറയാം, ഇത് കോട്ട് വേണമെങ്കിൽ എടുത്ത് എല്ലാ ലൈബ്രറിയിലും ബുക്ക് വായിച്ച് അതൊക്കെ പറയാം. പക്ഷെ ഇതിലൊന്നും അല്ല കാര്യം. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത് എന്നുള്ളതില്ല കാര്യം.
പക്ഷെ അപ്പൊ അതൊക്കെ കുറെ കഴിഞ്ഞപ്പോ ഇവഞ്ച്വലി അതിന്റെ ഒരു ചാമൊക്കെ തീർന്നു പോയി. പിന്നെ പുള്ളിക്ക് ഒരു പ്രണയം ഉണ്ടാകുമ്പോ അയ്യോ, പക്ഷെ അതൊരു ഈ വളരെ കൂളായിട്ട് അദ്ദേഹത്തിന് ഒരു പ്രണയം ഉണ്ടായി, അതായത് വിത്തിൻ ദ മാരേജ് ആ ഒരു പക്ഷെ സിറ്റുവേഷൻ. ഞാൻ പറയട്ടെ, ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഗൾഫിൽ നിന്ന് പോകുന്നത്, പക്ഷെ ഞങ്ങൾ രണ്ടുപേർക്കുള്ളിലുള്ള ഒരു വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ബാലു ആണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ചു നിന്ന സ്പേസിൽ നമ്മൾ ലോയലായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ രീതിയിൽ നമുക്കിപ്പോൾ എത്ര മടുപ്പ് തോന്നിയാലും എത്ര തരത്തിലുള്ള ഈർഷ്യകൾ തോന്നിയാലും ഞങ്ങൾ ഒന്നിച്ചുള്ള സ്പേസിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഞങ്ങൾ രണ്ട് സ്പേസിലേക്ക് വരുന്ന സമയത്താണ് പ്രണയങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ലൈക്ക് ഓപ്പൺ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇന്നും അക്സെപ്റ്റബിൾ അല്ല നമ്മുടെ സൊസൈറ്റിയിൽ. വളരെ ചെറിയൊരു ശതമാനം മാത്രമേ അത് വിശ്വസിക്കുകയും ഫോളോ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവർ മൊത്തത്തിൽ അത് സമൂഹത്തിലുള്ളവരെ എതിർക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. അത് നമ്മുടെ ലൈഫിൽ വരുന്ന സമയത്ത് നമ്മൾ വേണമെന്ന് വെച്ചിട്ടായിരിക്കില്ല, പക്ഷെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ഓപ്ഷൻസ് വരുമ്പോഴായിരിക്കും നമ്മൾ അതിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പൊതുവെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നമ്മൾ ഒരു മാരേജിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായാൽ അംഗീകരിക്കാറില്ല, നമ്മൾ പുറത്ത് പറയാറില്ല, നമ്മൾ അത് ഏറ്റു പറയുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പക്ഷെ ചേച്ചി അതിനെ പറ്റി വളരെ ഓപ്പൺ ആയിട്ട് ഒരു പറയണല്ലോ. കാരണം വെച്ചാല് എനിക്ക് അങ്ങനെ ബാലുവിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ഇഷ്ടമല്ല. എനിക്കും ബാലുവിനുള്ളിലുള്ള ഒരുപാട് ആൺപെൺ എന്നുള്ളതിന്റെ പവർ റിലേഷൻഷിപ്പിന്റെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അത് പവർ പൊസിഷൻ ആണായിരിക്കുന്നതിന്റെ പവർ പൊസിഷൻ തന്നെയാണ്. സോഷ്യൽ ക്യാപിറ്റൽ കൂടുതലുള്ള മനുഷ്യന്മാർ അതില്ലാത്ത മനുഷ്യരോട് കാണിക്കുന്ന ചില ധാർഷ്ട്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ എന്ന് കരുതിയിട്ട് അയാളെ ഒരു ആക്ട് വെച്ചിട്ട് അയാളെ പ്രതിസ്ഥാനത്ത് നിർത്താന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു വഞ്ചനയുണ്ട്. അതായത് മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന വഞ്ചന, പെണ്ണ് പെണ്ണിനോട് എന്നുള്ളതല്ല. കാരണം നമുക്ക് ഈ പ്രണയം വേണ്ടേ, രതി വേണ്ടേ, നമുക്ക് മനുഷ്യർക്ക് എങ്ങനെയാണ് അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുക? അപ്പോൾ അത് രണ്ടുപേരുള്ളിൽ തമ്മിൽ പോയി എന്ന് കഴിഞ്ഞാൽ ഒരു സാധ്യത അവര് നോക്കിയത് ഒരിക്കലും ഒരു തെറ്റല്ല. മാത്രമല്ല അതിനകത്ത് നമ്മളെ കൺസേൺസ് എന്ന് പറഞ്ഞാൽ മക്കളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ മക്കളെന്ന് പറഞ്ഞാൽ അപ്പൊ 18-20 വയസ്സായ മക്കളാ. അപ്പൊ നമുക്ക് വേദനയൊക്കെ ഉണ്ട് ഇത് അറിയുമ്പോൾ. കാരണം നമ്മളെ ഉള്ളിൽ പ്രണയം ഉണ്ടാകുമ്പോഴും നമ്മളെ സംബന്ധിച്ച് നമ്മളെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ കുടുംബമാണ്. ഈ കുടുംബത്തിന് നമുക്ക് നമ്മളെ ഈ സൊസൈറ്റിയിൽ ഇപ്പൊ ഒന്ന് തള്ളി പറയാൻ പറ്റില്ല. കുടുംബമാണ് എല്ലാ പ്രശ്നത്തിനും കാരണം, സ്വകാര്യ സ്വത്തിന് കാരണം, സ്ത്രീകളുടെ അടിമത്തത്തിന് കാരണം എന്നെല്ലാം തിയറിറ്റിക്കലി അത് ശരിയാണ്, അതിലൊരു തർക്കമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴും നമുക്ക് വേറെ ഫോർമാറ്റ് ഒന്നും ഇല്ല ഇപ്പൊ നിലവില്. അപ്പൊ ഈ ഉള്ള കുടുംബത്തിനെ നമുക്ക് കുറച്ചും കൂടി നവീകരിച്ചുകൊണ്ടും കുറേയും കൂടി മനുഷ്യത്വപരമായ സ്പേസുകൾ കൊടുത്തുകൊണ്ടും ഒക്കെ ജീവിക്കാന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് പല പല ഓപ്ഷൻസ് ഉണ്ടാവും. ലിവ് ഇൻ റിലേഷൻ, ഓപ്പൺ റിലേഷൻഷിപ്പ്, മൾട്ടിപ്പിൾ റിലേഷൻ, ദാറ്റ്സ് ദെയർ ഓപ്ഷൻസ്. അത് അവർക്കുള്ളിൽ ഓക്കെ ആവുന്നിടത്തോളം നമുക്ക് പ്രശ്നമാവണ്ട എന്നുള്ള നിലപാട് കാര്യമാണ് ഞാൻ.